മിനി വെള്ളം അടിക്കണം കേട്ടോ. കൈ പൈസ ഉണ്ടെങ്കിൽ പോയി അടിക്കണം. അതിന് എന്നോട് എന്തിനാ പറയുന്നത്? അതല്ല, ഈ ടാങ്കിൽ വെള്ളം അടിക്കണം. നാളെ മുതലാളി വരുമ്പോ ഈ റോഡിന്റെ പണി ഫിനിഷ് ചെയ്യണം. നമ്മൾ രണ്ടുപേരെ പണിക്കാരുള്ളൂ, അത് പറയാ. കൈ കുരുവൊന്നും ഇല്ലല്ലോ, അങ്ങ് അടിക്കണം. എന്നതായി പിണക്കം? ആ വൈപ്പറിട്ട് അങ്ങ് ആട്ടുവാണല്ലോ. എന്തോ ഇത് ഇന്നലെ വാങ്ങി തന്ന ചുരിദാർ ഇഷ്ടപ്പെട്ടില്ല? ചുരിദാർ മേടിച്ചു തരാനാണോ പറഞ്ഞത്? 2.5 പൗണ്ട് ഒരു മാല മേടിച്ചു തരാനല്ലേ പറഞ്ഞത്? കേൾക്കുന്നവർക്ക് ആർക്കും മനസ്സിലാകില്ല വഹിക്കുവാണെന്ന്. ഇത് വഹനമല്ല, ആവാഹനമാണല്ലോ മിനിക്കുട്ടി. എന്റെ പൊന്നെ, ഒന്നാമത് ഞാൻ വീട്ടിൽ ആകപ്പാട് പ്രശ്നത്തില. അമ്മയായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായി. വീട്ടിൽ എന്താ പ്രശ്നം? അച്ഛന് സുഖമില്ലാണ്ടിരിക്കണല്ലോ, വലുവിന്റെ അസുഖമായിട്ട്. അച്ഛൻ അവിടെ വലിച്ചോണ്ടിരിക്കണം. അമ്മ മരുന്ന് മേടിക്കാൻ വേണ്ടി കുടുംബശ്രീ മറ്റേ ലോൺ എടുത്ത് 2000 വീടല്ലേ 2000 രൂപ ലോൺ എടുത്തേ. അപ്പൊ ഞാൻ ആ പൈസ എടുത്തോണ്ട് പോയി. അവിടെ ചെന്നപ്പോ അവിടെ കലിക്കിന്റെ അവിടെ ചീട്ട് കളി. പിന്നെ അവരുമായിട്ട് ചീട്ട് കളിച്ച് 1500 അങ്ങനെ പോയി. പിന്നെ മിത്ത 500 രൂപ ഉണ്ടായിരുന്നു. അതിൽ 300 രൂപ എടുത്ത് ഞാൻ വെള്ളം അടിച്ചു. ബാക്കി 200 രൂപ ഞാൻ രാത്രി 12 മണിക്ക് കയറി ചെന്നപ്പോഴേ ഞാൻ ഏതാണ്ട് തെറ്റ് ചെയ്ത പോലെ അമ്മ ഇങ്ങനെ നിൽക്കണു, എന്നെ രൂക്ഷമായിട്ട് നോക്കി. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണേ, രണ്ട് വലിയ തെറ്റ് ചെയ്ത പോലെ. അച്ഛന്റെ ഇരിപ്പ് കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു. അച്ഛൻ ആ മരുന്ന് കഴിച്ചില്ല, ആ പൈസ എല്ലാം എടുത്തോണ്ട് പോയത്. എന്റെ ആകപ്പാട് 200 രൂപ കൊണ്ട് എനിക്ക് ആ ടെൻഷൻ കൊണ്ട് പോകാനുള്ള. ഞാൻ പിന്നെ 200 രൂപ എടുത്തോണ്ട് പോയി. അച്ഛന് മരുന്ന് മേടിക്കാൻ? അല്ലല്ല, 2 അടിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്ന് കിടന്നു. നമ്മക്കാണ് ടെൻഷൻ. അതാ അച്ഛനും അമ്മ ആയണ്ടേ മുഖം വീർപ്പിച്ചിരുന്നതേ ഉള്ളൂ. ഞാനായിരുന്നെങ്കിലേ വലിച്ചീറി 4 മൂലയ്ക്ക് വെച്ചേനി. 4 മൂലയ്ക്ക് വെക്കാൻ ഞാൻ എന്നെ സർവേക്കല്ല, ഞാൻ വെളിക്കല്ലാക്കും. എന്തെങ്കിലും ഉണ്ട് ചുമ്മാ. പിന്നെ താറങ്ങ് ഒഴിക്കട്ടെ. താറല്ലാണ്ട് ഇവിടെ സാമ്പാർ ഒഴിക്കാൻ പറ്റുമോ? എന്തൊരു തമാശ! തമാശ, ഈ തമാശ കേൾക്കുമ്പോഴേ എനിക്ക് കൊല്ലാൻ തോന്നുന്നു. അതങ്ങനെ ഒഴിക്കേ. ഒന്നാമത്തെ കാര്യം, പലരും നമ്മുടെ ഈ പ്രേമം അറിയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. നമ്മള് മാത്രമല്ലേ എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. ആ മേരിയും രമണിയൊക്കെ അപ്പുറത്തല്ലേ പണിയുന്നത്. കുറെ നാളുകൊണ്ട് അവളുമാരുടെ ഒരു കണ്ണേറുണ്ട് കേട്ടോ. കണ്ണേറെന്ന് വെച്ചാലേ ഭയങ്കര ദോഷമാ. നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കൈയും കാലും ഒന്നും അനങ്ങത്തില്ല ഈ കണ്ണേറ് വന്നു കഴിഞ്ഞാൽ. വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പറയണേ, ഉപ്പും മുളകും ഒക്കെ ഉഴിഞ്ഞിട്ടേ ചമ്മന്തിരല്ല അടുപ്പിനകത്ത് ഇടാൻ പറയണം. അതിന് നല്ല മണം വരുവാണെങ്കിൽ നമുക്ക് കണ്ണേറുണ്ട്. ആണോ? അങ്ങനുണ്ട്, ശ്രദ്ധിക്കണം. നമുക്ക് ഒരു ഏറും വരാൻ പറ്റില്ല. നമുക്ക് സഹിക്കൂല. ഒരുത്തൻ അവിടെ നിന്നോണ്ട് നോക്കുന്നുണ്ട് കേട്ടോ. ആരാ നോക്കണം? ഇത് മുതലാളി ഇപ്പൊ ഒരു ആരെങ്കിലും ഒക്കെ നമുക്ക് എന്തെങ്കിലും പണി ചെയ്തുകൊണ്ട് വരാൻ. ഇത് എന്നായിട്ട് കുമ്പിൽ നിറഞ്ഞു പാലകളിൽ പാലമൃതാലകിടു ചുരന്നു മാമ്പൂമണവും കുളിരും മാടി വിളിക്കേ കുറുമൊഴിയുടെ കവിളിതളിൽ കുങ്കുമമേറ്റു. വെള്ളമില്ല. ഞാൻ പറഞ്ഞില്ല ഒരാൾ എന്നെ നോക്കുന്നുണ്ടെന്ന്. കണ്ടോ, നോക്കിക്കൊണ്ട് പോയതുണ്ടോ? അത് നീ എങ്ങനെ കണ്ടത്? ഞാൻ നോക്കിയായിരുന്നു. നീ എന്തിനാ നോക്കണത്? നീ നോക്കിയപ്പോഴത് കണ്ടത്. നിന്റെ കൃഷ്ണമണിക്കുള്ളിൽ എന്നെ മാത്രമേ കാണാവൂ. അപ്പൊ റെറ്റിനെ വേണ്ടേ? റെറ്റിനെയും വേണ്ട, റീനയും വേണ്ട, നീ മാത്രം മതി. എന്നാ ശരി, എന്നാ അങ്ങനെ മാത്രം. പക്ഷെ എന്നാലും എന്നെ നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു നല്ല കാമുകനാണെങ്കിൽ അയാളുടെ ചോക്കുറ്റി അടിച്ച് പൊട്ടിക്കത്തില്ലായിരുന്നു. അതാ പ്രശ്നം. വരുമ്പോ ചോദിക്കണേ. നമുക്ക് നമ്മുടെ പണി ചെയ്യാം. പണിയാനാണെങ്കിൽ ഒരു സാധനവും ഇല്ല ഇവിടെ. ഇതോ എടുത്തിട്ട് പണിയോ? സാധനം മാത്രമല്ല, അതിന്റെ അകത്ത് വേറൊന്നും ഇല്ലെന്നതാണ്. ചേട്ടാ, എന്നെ ചെല്ലാമോന്ന് ചോദിക്കുന്നു. എന്തേലും പ്രശ്നമാണെങ്കിൽ പറഞ്ഞു തീർത്താ പോരെ. എന്തിനാ നിങ്ങൾ അടിക്കാനൊക്കെ പോന്നേ? എന്റെ പോലീസ് കേസൊക്കെ ആയി. എനിക്ക് ആരുണ്ട് കേട്ടോ. എന്തിനാ കേട്ടോ അടിച്ച്? ഇതെല്ലാം ആദ്യം പറഞ്ഞത് അവനെ പോയി കീറാൻ പറഞ്ഞിട്ട് അത് ഞാൻ റൂട്ട് മാറ്റണം. ഞാൻ എന്തെങ്കിലും ഒക്കെ പറയുന്നത് ചേട്ടൻ പേടിക്കേണ്ട കാര്യമല്ലോ ഉണ്ട്. നീ എന്നാ പരിപാടികളാ കാണിച്ചത്? നീ ആരാ? ഞാൻ കോൺട്രാക്ടർ പറഞ്ഞിട്ട് വന്നതാ. പണി ചെയ്യുന്നുണ്ടോ നോക്കണം. എന്തെടുത്തിട്ട് പണിയാനോ? ആദ്യം ആ റോഡ് ഇന്ന് നാളെ വൈകുന്നേരം മിനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ല. റോഡ് പണി തീർക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. അതെ, നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ല. ഒന്നുമില്ല. മുതലായിട്ട് ഒന്നും ചെന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ. എന്തോ സോറി. അല്ലല്ല, ലൈനാണല്ലേ. മനസ്സിലായ? മനസ്സിലായ? ഞങ്ങളുടെ പ്രവൃത്തിയിൽ അങ്ങനെ ഉണ്ടോ? എങ്ങനെ ഇത് സംഭവം? അയ്യോ അതെ, ഞങ്ങള് 3 വർഷമായി ലൈനായിട്ട് കേട്ടോ. ഇതൊരു വലിയ കഥയായിരുന്നേ. ആദ്യം കണ്ടപ്പോഴൊന്നും ഞങ്ങൾ തമ്മിൽ ഒന്നും തോന്നിയില്ല. അപ്പൊ ആണെങ്കിൽ ഈ ചേട്ടൻ ഈ റോഡറിന്റെ ഡ്രൈവറാണ്. അതിന്റെ അപ്പൊ ഇവളാണല്ലോ ബാക്കിൽ വെള്ളം ഒഴിച്ച് ഇങ്ങനെ തടവി തരുന്ന ആള്. അപ്പൊ ഞാനിങ്ങനെ ഈ ബക്കറ്റിനകത്ത് വെള്ളം എടുത്തിട്ട് അതിലിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുവായിരുന്നേ. കൊടുത്തുകൊണ്ട് അങ്ങോട്ട് ഇരുന്നപ്പോ ഉണ്ടല്ലോ,
ഒരു ഇറക്കത്തിലേക്ക് ഈ റോഡ് അങ്ങോട്ട് ഇറങ്ങുക. ഈ ചേട്ടനാണെങ്കിൽ നല്ല സ്പീഡിലല്ലേ പോകുന്നത്. ഞാൻ പറയാം അങ്ങോട്ട് ഇറക്കത്തിലേക്ക് ഇറങ്ങുമ്പോ ഉണ്ടല്ലോ, അതിന് 4 നട്ടുണ്ടേ. അതിൽ 3 നട്ടും പറഞ്ഞങ്ങ് പോയി. ഇന്ന് ഒരു നട്ടേ ഉള്ളൂ. ഒരു നട്ടിലാണ് ഇത് ഓടുന്നത്. ഇത് കണ്ടതുപോലെ എന്ത് ചെയ്യണമെന്നറിയാൻ ഞാൻ അങ്ങ് സ്തംഭിച്ചു പോയി. ഞാൻ പെട്ടെന്ന് ബക്കറ്റ് അവിടെ കളഞ്ഞേച്ച് എന്റെ ഈ കുഞ്ഞു വിരലുണ്ടല്ലോ, ഈ വിരൽ ഒരു നട്ടിന ഇതിനാ ഊട്ടക്കകത്തോട്ട് കയറ്റിട്ട് അങ്ങ് കറക്കി റോഡിനോടെ താഴെ കൊണ്ടുവന്ന് അങ്ങ് വെച്ച്. അന്നാണ് ഞാനത് കാണുന്നത്. എനിക്ക് അറിഞ്ഞൂടല്ലോ ഇതാരാണെന്ന്. അന്ന് തുടങ്ങിയ ഒരു പ്രണയം ഉണ്ടല്ലോ, അത് അങ്ങനെ നിൽക്കുക ഇപ്പോഴും. ചേച്ചിയുടെ പേര് കൈകേയെന്ന്. പുരാണമൊക്കെ വായിക്കുവോ? ഇത് ഭയങ്കര പുരാണം. എന്നാ സംഭവം അറിയാമോ? നീ മറ്റേ സാധനം പൊളിഞ്ഞു പോയേനെ. ആ റോഡ് ഇറങ്ങുമ്പോ അതുകൂടെ ഇട്ട് ചീഞ്ഞ നാറിയ അങ്ങനെയുണ്ട്. ഇടക്ക് പറയുമ്പോ അതും കൂടെ പറയും. അതെല്ലേ? അത് ചില സ്ഥലത്തൊക്കെ. ഞാൻ ചോദിക്കണോണ്ടൊന്നും വിചാരിക്കരുത്. ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ്? അതല്ലെന്ന്, ഹണിമൂണാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹണിമൂണ് ഞങ്ങള് 6 മാസവും 1 ദിവസവും എടുക്കും. 3 ടൂർ പോകുന്നു. എന്റെ ചേട്ടാ, ഈ 6 മാസമൊക്കെ 3 പോകണം. ഒന്നാമത്തെ കാര്യം അവിടെ തണുപ്പ്, റൂമിലൊക്കെ ആണെങ്കിൽ ഭയങ്കര റെന്റ്. ഇത് എങ്ങനെ മുതലാക്കും നിങ്ങളിത്? 3 ഒരു ദിവസമേ ഉള്ളൂ. ഞങ്ങൾ ഈ വണ്ടിയിലാ പോണതേ, അമ്മാവൻ വണ്ടിയിൽ. അതാണ് 3 മാസം അങ്ങോട്ടും 3 മാസം ഇങ്ങോട്ടും, 1 ദിവസം അവിടെ സ്റ്റേ. അങ്ങനെയാണ് അടിച്ചു പൊളിക്കും. ക്ഷമിക്കണം. ഈ ഭക്ഷണ കാര്യമൊക്കെ, ഭക്ഷണം ഞങ്ങൾ ഇത് കൊണ്ടുപോകും. ചപ്പാത്തി മാവില്ലേ, അത് കുഴച്ചോണ്ട് പോയിട്ട് അമ്മാവൻ വണ്ടിയുടെ ഇടക്കിട്ട് ഒന്ന് ചവിട്ടും. ഒന്ന് അരയ്ക്കുമ്പോ പരക്കുമല്ലോ, അത് വണ്ടിയുടെ പുറത്തിടും. ഉണങ്ങുമ്പോ വലിച്ചു കീറി നമുക്ക് കഴിക്കാമല്ലോ. ആവശ്യമുള്ളപ്പോ ചപ്പാത്തി കഴിക്കാമല്ലോ. ചപ്പാത്തിയും വെള്ളം. അത് മതി. ഞങ്ങളുടെ ഹണി അടിച്ചപ്പോ ഭയങ്കര വിടിയിലാട്ടാ. അയ്യോ, വിടിയിലിന്റെ കാര്യം പറയപ്പോഴാ അത് ഞാനങ്ങ് വിട്ടുപോയിട്ടോ. 100, 110 വിടുന്നത്. ശകലം 80 വിടും. യോ ചേട്ടാ, 3 ആണോ 4 ആണോ കിടക്കുന്നേ? ക്യാമറ കേസ് മറ്റേ 5 ക്യാമറയിലടിച്ച് ഈ 110 ഇതിന് എന്ത് വിടല ചേട്ടൻ വിടുന്നേന്നറിയാമോ? ഇത് അന്യായ വിടിയിലായി. ഒരു രക്ഷയില്ല. ഞാനിപ്പോ വന്നതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ പഞ്ചായത്തിന്റെ കിഴക്കോട്ട് കിടക്കുന്ന റോഡ് നിങ്ങളല്ലേ പണിതത്? അത് 3-ാം പൊക്കം പൊളിഞ്ഞ് അതിന്റെ പുറത്തൊക്കെ കല്ലൊക്കെ പൊങ്ങി കിടക്കുക. ആ റോഡ് പൊളിഞ്ഞു പോയെന്ന്. അത് വേറെ ആരെങ്കിലും ആ റോഡെ കൂടെ വണ്ടി ഓടിച്ചു കാണും. അല്ലെങ്കിൽ അങ്ങനെ വരില്ല. നമ്മള് പണിയാൻ നോക്കിയിരിക്കും. ആൾക്കാർ വണ്ടി എടുത്തോണ്ട് ഇറക്കാം. ഇവന്മാർക്കൊക്കെ വേറെ വഴിയില്ലയോ പോവാനെ? പണിയുന്ന റോഡിൽ കൂടെ ആണോ വണ്ടി ഇറക്കുന്നേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ അവരോട് പറയാം, ഇത് ഈ റോഡ് എടുത്ത് ഷോക്കേസിൽ കൊണ്ടു വെക്കാൻ അത് മതിയല്ല. അത് ഒരു കാര്യം, ഇനി NH-ലാണ് അടുത്ത പണി. അപ്പൊ ഇനി ആ വഴിക്കും പോകണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങോട്ട് വന്നേ. ഒരു കാര്യം ഈ റോഡ് പണി എപ്പ തീർക്കും? നാളെ കഴിയുമ്പോ തീർക്കും. അങ്ങനെ പറയാൻ പറ്റില്ല. ഈ റോഡ് പണി തീർത്തെങ്കിൽ മാത്രമേ എനിക്കിത് പൊളിക്കാൻ പറ്റുള്ളൂ. പൊളിക്കാൻ എന്തിനാണ്? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ പൈപ്പ് ലൈനിന്റെ ആളാണ് സുഹൃത്തെ. എന്ത് പൈപ്പ് ലൈൻ? ഈ റോഡ് 6 പണി കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ കുത്തിപ്പൊളിക്കുള്ളൂ. മനസ്സിലായില്ലേ? മറ്റേ വാട്ടർ പൈപ്പ് ഇടുന്ന ആൾക്കാർ. അത് എന്നാന്നറിയാമോ? നമ്മൾ ഈ സ്ഥിരം പരിപാടി ചെയ്യല്ലേ, നമ്മൾ എല്ലാ റോഡ് പണിയുമ്പോഴും നിങ്ങൾ വന്ന് അത് കുത്തിപ്പൊളിച്ച് വാട്ടർ പൈപ്പ് ഇടുന്നത്. അല്ല, ഒരു കാര്യം ഞങ്ങളിപ്പോ ഇത് പൊളിച്ചിട്ടിരിക്കുവാണല്ലോ. അങ്ങനെ പറയല്ല, പൊളിച്ചിട്ടേക്കുവാണല്ലോ. ഈ പൊളിച്ചിട്ടേക്കണ അവിടെ കൂടെ നിങ്ങൾ പൈപ്പ് ഇട്ടോ, ഒരു പ്രശ്നമില്ല. എന്നിട്ട് ഞങ്ങൾ ആ റോഡ് അങ്ങ് ഇട്ട് ക്ലോസ് ചെയ്ത് തരാം. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? അങ്ങനെ പറ്റില്ല. അതെന്താണ്? അത് ശരിയല്ല. നാട്ടുകാർ കണ്ട മോശമായിട്ട് പറയും. നിങ്ങളിപ്പോ ഇതിന്റെ അടിയിലേക്ക് ഞങ്ങൾ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സാധനം ഓടിച്ചു കെട്ടി അത് പൊട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ആര് സമാനം പറയും? അല്ല, അപ്പൊ ഞങ്ങൾ ഈ പണിഞ്ഞ് റെഡിയാക്കിയിട്ടിരിക്കുന്ന റോഡ് നിങ്ങൾ പൊട്ടിക്കുന്നതിന് ആര് സമാനം പറയും? അല്ല, അതങ്ങനെയാണ് അതിന്റെ റൂട്ട്. നിങ്ങൾ പണിയുമ്പോ ഞങ്ങൾ പൊളിക്കുന്നു, അന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ ഫ്രീ ആയിട്ട് കിടക്കുമല്ലോ. അപ്പൊ എനിക്ക് പൈപ്പ് കൊണ്ട് ഇട്ടുകൂടെ? അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് നടക്കില്ല. ഞങ്ങൾക്ക് ഈ റോഡ് പണി പാസ്സായിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടാൻ. എന്താണ് ഞങ്ങൾ ഈ റോഡ് പണി നിർത്തി കഴിഞ്ഞാൽ പൊളിക്കാൻ പറ്റില്ല. എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ഇത് പൊളിക്കും. എനിക്ക് പൈപ്പ് ഇട്ട് അപ്പുറത്ത് വെള്ളം കൊടുക്കേണ്ട കാര്യമുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ സംസാരിച്ചു പോരൂ. എനിക്കിത് പൊളിക്കണം. ഞാൻ ഇവിടെ അങ്ങക്ക് ഒരു ഏരിയ ഉണ്ട് ഞങ്ങൾക്ക്. ഞാൻ പൊളിക്കൂ. ഇത് നീ പൊളിക്കരുത്. ഞാൻ പൊളിക്കും. ഞങ്ങൾ മര്യാദയ്ക്ക് റോഡ് പോയി കഷ്ടപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന റോഡ് നീ പൊളിക്കുക. വാട്ടർ പൈപ്പ് ഇടണമെങ്കിൽ അതിന് മുമ്പ് ഇടണം. ഞങ്ങൾ പറഞ്ഞില്ല അവസരം. ഞങ്ങൾ എന്റെ മുതലാളിയെ ഞാനൊന്ന് വിളിക്കട്ടെ. ഇല്ലെന്ന് പറഞ്ഞില്ല കേട്ടോ. ഹലോ മൊലാലി, ഇവിടെ ഒരുത്തനെ പൈപ്പ് ലൈൻ്റെ ആളാന്ന് പറഞ്ഞിട്ട് പൊളിക്കാമെന്ന്. എന്നിട്ട് പൊളിച്ചോ? അവിടെ തലയടിച്ച് പൊളിച്ചോ? രണ്ടിനെയുമായി ഏരിയ കണ്ടു വിട്ടോളൂ. ഇപ്പോഴേ എന്തോ മൊലാലി, ഇനി ഞാനല്ലേ അയാളെ കൊണ്ട്
പറഞ്ഞു വിട്ടത്. മുതലാളി എന്തിനാ പറഞ്ഞു വിട്ടേ? മിനി, നമ്മൾ ഈ റോഡ് പണിഞ്ഞ് വൃത്തിയാക്കുമ്പോ വാട്ടർ പൈപ്പ് ഇടാൻ വേണ്ടി ഇവരിത് കുത്തിപ്പൊളിക്കും. വീണ്ടും നമ്മൾ വന്ന് ടാറിടും. അവര് കുത്തിപ്പൊളിക്കും, നമ്മൾ ടാറിടും. നമുക്ക് ജീവിക്കണ്ടേ മിനി? അപ്പൊ മുതലാളിയാണോ വിട്ടേ? മുതലാളി എന്നാ പറഞ്ഞു? മുതലാളി പറഞ്ഞേ നമ്മള് ടാറിടും, അവര് വന്ന് കുത്തിപ്പൊളിക്കും, പിന്നെ നമ്മൾ ടാറിടും, പിന്നെയും കുത്തിപ്പൊട്ടിക്കും. ഇതാണോ ചേട്ടാ ഈ ജനസേവനം എന്ന് പറയുന്നേ? ഇത് ജനസേവനം അല്ല, ഇതൊക്കെ ചിലരുടെ സ്വയം സേവനം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.